പല ആളുകളും കംപ്ലൈൻസ് പറയാൻ വളരെ എക്സ്പേർട്ടാണ്. പക്ഷേ ഞാൻ ഒബ്സർവ് ചെയ്യാറുള്ള ഒരു കാര്യം, വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് കോംപ്ലിമെന്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള മനോഭാവമുള്ളൂ. കംപ്ലൈൻസ് മാറ്റി മറിച്ച് കോംപ്ലിമെന്റ്സ് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നമ്മളുടെ ടീമിനെ ആവാം, നമ്മുടെ ഡൗൺലൈനെ ആവാം, നമ്മുടെ കുട്ടികളെ ആവാം, നമ്മുടെ ഫാമിലി ആവാം, ഭർത്താവിനെ ആവാം, ഭാര്യയെ ആവാം, അച്ഛനെ ആവാം, മകനെ ആവാം, നിങ്ങളൊരു കോംപ്ലിമെന്റ് മാസ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വ്യക്തികൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറാൻ സാധിക്കുന്നുണ്ടാവും. എന്നും കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഒരാളും ഇഷ്ടപ്പെടുന്നില്ല. അവർ ഇഷ്ടപ്പെടുന്നതായിട്ട് നടിക്കുമെങ്കിൽ പോലും, ഇപ്പം നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് പോലും റോട്ടിലുള്ള ഗതാഗത നിയമങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് എല്ലാ ഡ്രൈവേഴ്സും റോങ് ആണ് എന്നുള്ള തരത്തിലോ ഇങ്ങനെ ഏത് നേരവും കംപ്ലൈൻസ് മാത്രം പറയുന്ന ഒരു വ്യക്തി, ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് അവിടെയുള്ള അറേഞ്ച്മെന്റുകളിലുള്ള അപര്യാപ്തതകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നും കംപ്ലൈന്റ് പറയുന്ന ഒരു വ്യക്തി ഒരാൾക്കും ഇഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കില്ല. നിങ്ങളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു കാരണം നിങ്ങളൊരു കംപ്ലൈന്റ് ബോക്സ് ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ബി എ കോംപ്ലിമെന്റ് മാസ്റ്റർ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ കോംപ്ലിമെന്റ് ചെയ്യാൻ പഠിച്ചു നോക്കൂ. പ്രത്യേകിച്ച് ഒരു വ്യക്തി നിങ്ങൾ കാണുന്നു, അദ്ദേഹം വളരെ ക്ഷീണിതനായിട്ട് കാണപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി എന്തു പറ്റി എന്ന് ചോദിക്കുന്നതിന് പകരം, ഇന്ന് നല്ല സ്മൈലിംഗ് ഫേസ് ആണോ, ഹൈലി എക്സൈറ്റഡ് ആണല്ലോ, ഇന്ന് എന്താണ് വിശേഷം, അത് ചോദിക്കുന്ന സമയത്ത് ഒരു പക്ഷേ അദ്ദേഹം ക്ഷീണിതനാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് ഇല്ല, എനിക്ക് എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല, ഞാൻ ഇന്ന് വളരെ ഡസ്പാണ്, വളരെ ഡള്ളാണ് എന്നുള്ള രീതിയിലൊന്നും ഒരാളും പറയുന്നുണ്ടാവില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ക്ഷീണം പമ്പ കടന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ട് അദ്ദേഹം നിങ്ങളുടെ മുന്നിൽ പെരുമാറാൻ വേണ്ടി തുടങ്ങുന്നുണ്ടായിരിക്കും. ദെൻ നോ ക്രിട്ടിസൈസ്. എല്ലാത്തിനെയും വിമർശനാത്മകമായിട്ടുള്ള മനോഭാവത്തോട് കൂടിയിട്ട് എന്താണ് ഉറപ്പ്? ഇത്തരത്തിലുള്ളൊരു മൈൻഡ് സെറ്റ്, എന്തിനോടും ഒരു വിമർശനാത്മകമായിട്ടുള്ള മനോഭാവം. വ്യക്തികളെ ആവാം, അവർ ചെയ്യുന്ന പ്രവൃത്തിയാവാം, അവർ വാങ്ങിയ സാധനങ്ങളാവാം, അവസാനം അവർ തന്നെ ശരിയല്ല എന്നുള്ള രീതിയിൽ വിമർശിക്കുന്ന ക്രിട്ടിസൈസിങ് മാസ്റ്റേഴ്സിനെ നമ്മൾ നിരവധി കാണാറുണ്ട്. പ്രത്യേകിച്ചും ചാനൽ ചർച്ചകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് എന്താണ് ഒരു അർത്ഥവുമില്ലാതെ വിമർശനങ്ങളുടെ ശരം പൊഴിക്കുന്ന നിരവധി വ്യക്തികൾ. ഈ വിമർശന ശരങ്ങൾ പൊഴിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ഒരു വലിയ സമൂഹത്തിനെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ ഒരിക്കലും സാധിക്കുന്നുണ്ടാവില്ല. അപ്പൊ ശരിക്കും വിമർശിക്കേണ്ട വിഷയങ്ങൾ വരികയാണെങ്കിലോ വിമർശനത്തിനെ പോലും നമുക്ക് പോസിറ്റീവ് ഇമ്പാക്റ്റോടുകൂടി ആക്കി മാറ്റാൻ പറ്റും. അതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള ഏറ്റവും നല്ല ഒരു അപ്രോച്ചാണ് സാൻഡ്വിച്ച് അപ്രോച്ച്. അതായത് ഒരു വ്യക്തി ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് ആദ്യം പറയുക, അതിനുശേഷം അദ്ദേഹം ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിനെ വിഷമിപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കുക. അവസാനം നമ്മൾ അതിൻ്റെ മുകളിൽ വീണ്ടും അദ്ദേഹത്തിന്റെ നന്മകളെ കുറിച്ച് വീണ്ടും പറയുക. സാൻഡ്വിച്ച് അപ്രോച്ച് എന്താണെന്ന് നിങ്ങളുടെ അപ്ലയൻസിന്റെ അടുത്ത് സംസാരിക്കുക. അവരിത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും, എങ്ങനെയാണ് ഒരു വ്യക്തിയെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾക്ക് വേണ്ടി വിമർശിക്കേണ്ടത് എന്നുള്ളത്.